ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്തായിരുന്നു പ്രോഗ്രാം? ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ ഈവനിങ് വരെ. ഈവനിങ് ടി വി കാണലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചില്ലായിരുന്നപ്പോൾ കാപ്പിയൊക്കെ ഇട്ട് കോളിഫ്ലവറൊക്കെ ഫ്രൈ ചെയ്ത് ടി വി ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നല്ലേ, വലിയ മഴയൊന്നും ഇല്ലാത്ത നല്ല അന്തരീക്ഷമായിരുന്നു. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് ഗെയിംസും പ്ലേ ഒക്കെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഫോണിൽ കണ്ടൊരു റീൽസ് കണ്ടിട്ട് അത് കണ്ട് ക്രൈസായി അച്ഛനും മക്കളും കൂടെ അതിന് ട്രൈ ചെയ്യുവാണ്. കാൽമുട്ട് മടക്കിയിട്ട് കൈ കുത്താതെ എണീറ്റ് വരണം. വൈഷ്ണവി 2-3 പ്രാവശ്യം ശ്രമിച്ചു, പറ്റിയില്ല, വീണു, പിന്നെയും വീണു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പഠിച്ചെടുത്തു. അതുപോലെ തന്നെ വൈകിയും ശ്രമിച്ച് ട്രൈ ചെയ്തു. പിന്നെ എന്നെക്കൊണ്ട് പറ്റാത്ത പണിയായത് കാരണം ഞാൻ അതിന് ശ്രമിക്കാൻ നിന്നില്ല. വൈകിയും മാക്സിമം ട്രൈ ചെയ്തു. പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിള്ളേർക്ക് പിന്നെ അധികം ബോഡി വെയിറ്റ് ഇല്ലാത്ത കാരണം അവർക്ക് ട്രൈ ചെയ്ത് എളുപ്പം അത് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ വലിയവർക്ക് അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പഠിച്ചെടുക്കാനായിട്ട്. കായും പറഞ്ഞതാ താഴട്ടാ. ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് വൈക? എന്നും രാവിലെ കഴിക്കണത്? തന്നെയാ? അക്ഷരം ചായ ട്ടാ. ചായ. പേരെന്താ? ചന്ദ്രൻ. അച്ഛന്റെ പേരെന്താ? ചന്ദ്രശേഖരൻ. അമ്മയുടെ പേരെന്താ? ചന്ദ്രിക. ഓക്കെ. അനീതി ഉണ്ടാ? ചീരു. ചീരു എന്നാണ് പേര്. പഠിച്ചാ? ചീരു. ചീരു പഠിച്ചില്ല. ഓക്കെ. ഇന്നെന്തായിരുന്നു കഴിക്കാൻ? ചമ്മന്തി. എവിടെ വർക്ക് ചെയ്യണ? ജോലി ചെയ്യണ എവിടെ? ചമ്മനാട്. ഓഫീസിന്റെ പേരെന്താ? ചാളക്കട. എന്നും ഓഫീസിൽ പോയി വന്നത് എന്ത് വണ്ടിയിലാ? ചക്കട വണ്ടി. അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്? ഫുഡ് എന്താ? ചക്ക ഇഷ്ടമാണ്. ചക്ക മാത്രം ഇഷ്ടമുള്ളൂ. വൈഷ്ണവി അക്ഷരം പായട്ടാ. ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? ബെസ്റ്റ് ഏറ്റവും നല്ല ടീച്ചർ ഇഷ്ടപ്പെട്ടത്? ടീച്ചറുടെ പേരെന്താ? വൈഷ്ണവിയുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? ബട്ടർഫ്ലൈസ്. വൈഷ്ണവിക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ പോവാൻ ഇഷ്ടമുള്ള സ്ഥലത്തിന്റെ പേരെന്താ? പാലക്കാട്. കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. പിള്ളേരെയും കൂട്ടിയിട്ടൊന്ന് പാർക്കിൽ പോകാമെന്ന് കരുതി. ഇടയ്ക്ക് പാർക്കിൽ പോകൊക്കെ ഉള്ളൂ, കാരണം നമുക്കിവിടെ അങ്ങനെ അടുത്ത് പ്രത്യേകിച്ച് പറയാനായിട്ട് ചേർത്തല എക്സ്റേ ജംഗ്ഷൻ്റെ അടുത്ത് ഒരു പെട്രോൾ പമ്പുകാർ നടത്തുന്ന പാർക്കുണ്ട്. അതാണ് നമുക്ക് പോകാനുള്ള പാർക്ക്. പിന്നെ ഒരു പാർക്കിനെ പറ്റി ഞാൻ യൂട്യൂബ് ചാനലിലൊക്കെ കേട്ടിട്ടുണ്ട്. വാരനാട് ഒരു അഖിലാഞ്ജലി എൻ്റർടൈൻമെൻറ്റ് പാർക്ക്. അവിടെ പോയിട്ടില്ല ഇതുവരെ, പോകണമെന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മഴയൊന്നും ഇല്ലാത്ത കാരണം പതുക്കെ പാർക്കിലേക്ക് ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പിള്ളേരെ ഞങ്ങൾ അതിനകത്ത് കയറ്റി കുറച്ച് നേരം അവിടെ കളിച്ചിട്ട് ഒന്ന് സൂപ്പർ മാർക്കറ്റ് വരെ പോകണമെന്നുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ ഇപ്പോൾ ഇവിടെ പോകുന്നത് വളരെ കുറവാണ് ചേർത്തലയിൽ. നേരത്തെ നമ്മൾ ചേർത്തല മഞ്ഞളിലായിരുന്നു സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏട്ടൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്ത് ന്യൂക്ലിയസ് മാളിലായത് കാരണം അവിടെയാണ് അവരുടെ ഓഫീസ് വരുന്നത്, മാളിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ അവിടുത്തെ സ്മാർട്ട് ബസാറിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ ചേർത്തലയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നത് കുറവാണ്. മാർക്കറ്റിൽ പോയാലേ ഉള്ളൂ, സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് കുറവാണ്. പിന്നെ അത്യാവശ്യം അവിടെ നമ്മൾ നോക്കിയിട്ട് കിട്ടാത്ത ചില ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മഞ്ഞളിൽ കയറി നോക്കണമെന്ന് കരുതി ഇവിടെ കുറച്ച് നേരം പിള്ളേരായിട്ടൊന്ന് ചില്ല് ചെയ്തിട്ട്
കാരണം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാർക്കിലേക്ക് വരൽ നടക്കില്ല. പിന്നെ പാർക്കിൽ മഴ കൊള്ളില്ല കേട്ടോ. ഒരു റൂഫ് ടോപ്പിൽ നല്ലപോലെ ഷീറ്റ് ഇട്ട് കവർ ചെയ്തേക്കുന്ന കാരണം മഴ കൊള്ളത്തില്ല. മഴ ഉള്ളപ്പോഴാണെങ്കിലും പിള്ളേർക്ക് ഇവിടെ കളിച്ച് നടക്കാം. അങ്ങനെ ഒരു 3 മണി തൊട്ട് 8 മണി വരെയാണ് ടൈമിങ്. നമ്മളൊരു 6 മണിയായപ്പോൾ എത്തി. ഒരു 7, 7:30 വരെ അവിടെ നിന്നതിന് ശേഷം പിന്നെ ഇനി മഴയ്ക്ക് മുന്നേ വീടെത്താലോ എന്ന് കരുതി വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ മഞ്ഞൾ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറണം എന്നുണ്ടായിരുന്നു. അങ്ങനെ പാർക്കിൽ നിന്ന് ഞങ്ങൾ പതുക്കെ ഇറങ്ങി സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാമെന്ന് കരുതി. മഴയൊന്നും ഇല്ലാത്ത കാരണം 2 വീലറിന് ഇറങ്ങിയത്. എപ്പോഴും കാറിനല്ലേ പോകുന്നത്, ഇടയ്ക്കും 2 വീലറിനും യാത്ര ചെയ്യണ്ടേ. അങ്ങനെ ഞങ്ങൾ മഞ്ഞൾ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നപ്പോൾ റോഡിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. സൺഡേ ആയതാണ് ആൾക്കാരൊക്കെ ഈവനിങ്ങോ പുറത്തേക്ക് ഇറങ്ങുന്നത്. നല്ല ക്ലൈമറ്റ് കൂടിയാണല്ലോ. മഴയില്ലാതെ ഇങ്ങനെ വരുന്നത് ഇപ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ടൈമിലായിരിക്കും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത്. മഞ്ഞളിൽ കയറിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ എറണാകുളത്തു നിന്നാണ് കൂടുതലും ഏട്ടൻ വാങ്ങിയിട്ട് വരുന്നത്. അപ്പോൾ അത് കാരണം ഇവിടെ നിന്ന് അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ മാത്രം. പിന്നെ എനിക്ക് നമ്മൾ ചില കമ്പനി സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും ഇന്ന സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് കംഫർട്ടായിട്ടുള്ള ചില സാധനങ്ങൾ മാത്രം എടുക്കാനായിട്ട് ഇവിടെ കയറിയത് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് കൊത്തമരം ഭയങ്കര ഇഷ്ടമായത് കാരണം അമ്മയ്ക്ക് കുറച്ച് കൊത്തമരം കൂടി വാങ്ങിച്ചു. അത് പിന്നെ ഇങ്ങനെ വരുമ്പോഴാണ്, ഇവിടെ വരുമ്പോൾ ഫ്രഷ് പച്ചക്കറി കിട്ടും. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് അതൊക്കെ വാങ്ങാൻ വലിയ ഇഷ്ടം. നമ്മൾ സാധാരണ ഒരു കടയിൽ ചെന്നാൽ അവരാണല്ലോ തൂക്കിയെടുത്തൊക്കെ തരുന്നത്. ഇതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വാങ്ങാം. പിന്നെ വീട്ടിലേക്ക് പാലപ്പത്തിനൊരു മിക്സ് കൂടെ വാങ്ങി. വൈകൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് പൊടി മേടിച്ച് ഞാൻ പാലപ്പത്തിനുള്ള മാവ് കലക്കി എടുക്കാറുണ്ട്. അല്ലാത്തപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മേടിച്ചത് പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാക്കാറുമുണ്ട്. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ മാത്രം. വളരെ കുറച്ച് സാധനങ്ങളായത് കാരണം അവിടെ പർച്ചേസിങ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറേ കമ്മലുകൾ, അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല. എൻ്റെ ക്രേസാണത്. പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം ഇപ്പോൾ എവിടെ പോയിട്ടാണ്, ഇപ്പോൾ വർക്കിന് പോകുന്നില്ലല്ലോ, പിന്നെ അതിൻ്റെ ആവശ്യമില്ല. വെറുതെ ഒന്ന് കണ്ട് ആസ്വദിച്ചു. പിന്നെ പിള്ളേർ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവർക്ക് വേണ്ട കുറച്ച് ബിസ്ക്കറ്റ് സാധനങ്ങളും മാത്രമാണ് വാങ്ങിയത്. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ ബില്ലടിക്കാനായിട്ട് നിന്നു. ഞാൻ എടുത്ത് കൊടുക്കാടി എന്ന് പറഞ്ഞിട്ട് വൈഗ സമ്മതിക്കുന്നില്ല. അവൾ തന്നെ എടുത്ത് എല്ലാ സാധനങ്ങളും വെച്ച് കൊടുത്ത് ബില്ലടിച്ച് അങ്ങനെ ഇറങ്ങി. ഭാഗ്യത്തിന് മഴയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ചോക്ലേറ്റൊക്കെ 1-2 വാങ്ങി. ഞാൻ പറഞ്ഞു ചോക്ലേറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വാങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. പിന്നെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ നമ്മൾ ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ പോയി. എല്ലാവർക്കും എന്തായിരുന്നു വിശേഷങ്ങൾ പറയൂ. ബായ്. അങ്ങനെ നമുക്ക് ഇനി പിന്നീട് ഒരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.